ഞാനൊരു കഥ പറയാം. പലപ്പോഴായി കാലിടറി വീണ കൊമ്പന്മാരുടെ കഥ. അവർ വിമർശകരുടെ മുമ്പിൽ തങ്ങളുടെ മികവ് തെളിയിച്ച് വരവറിയിച്ചൊരു കഥ. കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും ഏറ്റുമുട്ടിയ ആ ഒരു മത്സരം. നമ്മുടെ കഥ ആരംഭിക്കുന്നത് അങ്ങ് ഈസ്റ്റ് ബംഗാളിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ്. ഇരു ടീമുകളും നേർക്കുനേർ ഏറ്റുമുട്ടാനിരിക്കുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ രണ്ടു മികച്ച ടീമുകൾ നേർക്കുനേർക്ക് ഏറ്റുമുട്ടാനിരിക്കുന്നു. എവേ മത്സരങ്ങൾ പലപ്പോഴായി ശാപമായി തുടർന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരം വിജയിക്കൽ അതിനിർണായകമാണ്. തങ്ങളുടെ തട്ടകമായിട്ടുള്ള സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് അരങ്ങേറുന്ന ഈ ഒരു മത്സരം വിജയിച്ച് കയറൽ ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ നിർണായകമാണ്. ഇരു ടീമുകളും ഏറ്റുമുട്ടി ആ ഒരു മത്സരം ആരംഭിക്കുന്നു. ഈസ്റ്റ് ബംഗാളിൻ്റെ ടച്ചോടുകൂടെ ആ ഒരു മത്സരം ആരംഭിക്കുന്നു. മത്സരത്തിൻ്റെ ആദ്യ സമയം 1-ാം മിനിറ്റിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ കൃത്യമായി പോസ്റ്റിലേക്ക് എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. ഈസ്റ്റ് ബംഗാളിൻ്റെ കൃത്യമായ ഇടപെടലോടുകൂടെ ആ ഒരു ബോൾ തടഞ്ഞിടുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു മത്സരത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ 2023 സീസണിലെ ഏറ്റവും മികച്ചൊരു മാച്ച് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ സൂചിപ്പിക്കാമെന്ന്. കാരണം എന്തെന്ന് വെച്ചാൽ ആദ്യ പകുതിയിൽ അത്രയും നല്ല ഇമ്പാക്റ്റുകൾ ഇരു ടീമുകളും കൊണ്ടുവരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അറ്റാക്കിങ്ങൾ കാണികൾക്ക് അത്രമേൽ ആവേശം സൃഷ്ടിക്കുന്നു. മത്സരം 33 മിനിറ്റുകൾ പിന്നിടുന്നു. 33-ാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള അഡ്രിയാൻ ലൂണ അളന്നു മുറിച്ചൊരു പാസ് മുന്നോട്ട് നൽകുന്നു. കൃത്യമായി തന്നെ ഡെയ്സുക്കി സെക്കായിലേക്ക് ആ പന്ത് എത്തുന്നു. തന്ത്രജ്ഞനായിട്ടുള്ള ജപ്പാനീസ് താരമായ ഡെയ്സുക്കി സെക്കായി അത് ഡിഫൻഡേഴ്സിനും ബീറ്റ് ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഗോൾ കീപ്പറായിട്ടുള്ള പ്രഭ്ശുഭൻ ഗില്ലിനെയും കടന്ന് അത് ഗോൾ വല സ്പർശിക്കുന്നു. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ ഗോൾ കാണുന്നു. ഡെയ്സുക്കി സെക്കായി തൻ്റെ സീസണിലെ ആദ്യ ഗോൾ സ്വന്തമാക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിനൊത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യ ഗോൾ അദ്ദേഹം അവിടെ സമർപ്പിക്കുന്നു. ഇത് കാണുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചിലപ്പോൾ ചിന്തിച്ചു കാണും, ഈ മത്സരം ഒരുപക്ഷെ കേരളത്തിലെ കൊച്ചി സ്റ്റേഡിയത്തിലായിരുന്നുവെങ്കിൽ. അത്രമേൽ ആവേശം അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. എടുത്തു പറയേണ്ട രണ്ട് കൃത്യമായ ഇടപെടലോടുകൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് മുന്നിൽ നിൽക്കുന്നു. അഡ്രിയാൻ ലൂണയുടെ കൃത്യമായ പാസും ഡെയ്സുക്കി സെക്കയുടെ കൃത്യമായ ഫിനിഷും കൂടി ചേർന്നപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് മുന്നിൽ നിൽക്കുന്നു. ഈസ്റ്റ് ബംഗാളും ബ്ലാസ്റ്റേഴ്സും ഒരുപോലെ അറ്റാക്കിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൃഷ്ടിച്ചെങ്കിലും ആദ്യ പകുതിയിൽ 1-0 എന്ന സ്കോർ ബോർഡിൽ ആദ്യ പകുതി വിസിൽ മുഴങ്ങുന്നു. 1-ാം പകുതി എത്തി നിൽക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് മുന്നിൽ നിൽക്കുന്നു. വൈകാതെ 2-ാം പകുതി ആരംഭിക്കുന്നു. 2-ാം പകുതിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ വീണ്ടും അറ്റാക്കിങ്ങുകൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇരു ടീമുകളും നല്ല രൂപത്തിൽ തന്നെ മത്സരം മുന്നോട്ട് കൊണ്ടുപോകുന്നു. മത്സരത്തിൻ്റെ 55-ാം മിനിറ്റ് ഈസ്റ്റ് ബംഗാളിൻ്റെ താരം കൃത്യമായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസ്റ്റിലേക്ക് ഒരു ഷോട്ട് തൊടുത്തു വിടുന്നു. പലരും ഗോളാണെന്നൊരു നിമിഷം ചിന്തിച്ചു പോയെങ്കിലും അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാലാഖയായിട്ടുള്ള സച്ചിൻ സുരേഷ് അത് തടുത്തിടുന്നു. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും നല്ല രൂപത്തിലുള്ള അറ്റാക്കിങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ 2-ാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിളഞ്ഞാട്ടമാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അതെ, ഇവാൻ വുക്കുമനോവിച്ച് പല തന്ത്രങ്ങളും അവിടെ മിനയുന്നു. ആ ഒരു തന്ത്രങ്ങൾ ഉപയോഗിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഈസ്റ്റ് ബംഗാളിൻ്റെ പോസ്റ്റിലേക്ക് നിരന്തരമായി ഷോട്ടുകൾ എതിർക്കുന്നു. പലപ്പോഴായി ഈസ്റ്റ് ബംഗാളിൻ്റെ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ മുഖത്തേക്ക് ഗോൾ ശ്രമത്തിന് വേണ്ടി പരിശ്രമിച്ചെങ്കിലും ഗോൾ കീപ്പറായിട്ടുള്ള സച്ചിൻ സുരേഷ് അവിടെ തടഞ്ഞിടുന്നു. മത്സരത്തിൻ്റെ 83-ാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പറായിട്ടുള്ള സച്ചിൻ സുരേഷിൻ്റെ ഒരു ഡിഫെൻഡിങ് ശ്രമത്തിൽ ഒരു പെനാൽറ്റി അവിടെ റഫറി വിധിക്കുന്നു. പല അപ്പീലുകൾക്കും വിധേയമായെങ്കിലും റഫറി പെനാൽറ്റി തന്നെ അന്തിമ തീരുമാനവും നൽകുന്നു. റഫറി അവിടെ പെനാൽറ്റിയാണ് വിധിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സ് കീപ്പറായിട്ടുള്ള സച്ചിൻ സുരേഷിന് യാതൊരു ഭയവുമില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഭയത്തിൻ്റെ ഒരു അടയാളവും ആർക്കും കാണാൻ സാധിച്ചില്ല. പെനാൽറ്റി എടുക്കാൻ സച്ചിൻ സുരേഷിനെ ലക്ഷ്യമായിക്കൊണ്ട് ക്ലേറ്റൻ സിൽവ കടന്നു വരുന്നു. ബ്രസീലിയൻ സൂപ്പർ താരമായിട്ടുള്ള സിൽവ ആ ഒരു പെനാൽറ്റി എടുക്കാൻ പൂർണ്ണ സജ്ജമാകുന്നു. പൂർണ്ണ കോൺഫിഡൻസോടുകൂടെ തന്നെ സച്ചിൻ സുരേഷും ആ ഒരു പെനാൽറ്റിയെ അഭിമുഖീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. സിൽവ കൃത്യമായി ആ പെനാൽറ്റി എടുത്തു. വളരെ മനോഹരമായി തന്നെ സച്ചിൻ ആ പെനാൽറ്റി തട്ടിയകറ്റി. പക്ഷേ ചെറിയൊരു ഫൗൾ വിളിച്ചു. പെനാൽറ്റി റീടേക്കിനായി റഫറി ആവശ്യപ്പെട്ടു. വീണ്ടും അതാ സച്ചിൻ സുരേഷും സിൽവയും നേർക്കുനേർ പെനാൽറ്റിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു. വീണ്ടും സിൽവ പെനാൽറ്റി എടുക്കുന്നു. സച്ചിൻ സുരേഷ് അത് കൃത്യമായി തന്നെ തടഞ്ഞിട്ടുന്നു. തീർത്തും നാടകീയമായ രംഗങ്ങൾക്ക് അവിടെ
സാൾട്ട് ലേക്ക് സ്റ്റേഡിയം സാക്ഷിയാകുന്നു. സച്ചിൻ സുരേഷ് എന്ന് പറയുന്ന മലയാളി താരത്തിൻ്റെ വളരെ മനോഹരമായ ഇടപെടലോടുകൂടെ ബ്ലാസ്റ്റേഴ്സ് ഇത് 2 പെനാൽറ്റികൾ തടുത്തിടുന്നു. അതും ബ്രസീലിയൻ മാന്ത്രികനായിട്ടുള്ള ക്ലെറ്റൻ സിൽവ എന്ന് പറയുന്ന താരത്തിൻ്റെ കാലുകളിൽ നിന്നും ഉതിർന്നു വീണ ആ 2 ഷോട്ടുകൾ. എല്ലാവരും സച്ചിൻ സുരേഷ് എന്ന് ഉറക്കെ പാടി പറഞ്ഞു. അദ്ദേഹത്തെ വാനോളം പലരും ഉയർത്തിപ്പാടി. കമൻ്ററി ബോക്സിൽ വരെ അദ്ദേഹത്തെക്കുറിച്ച് വാക്കുകൾ ഉപയോഗിച്ചു. മാലാഖയെന്നും ഏഞ്ചൽ എന്നും അദ്ദേഹത്തെ മുദ്രകുത്തി. മത്സരം 83 മിനിറ്റുകൾ പിന്നിട്ടപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് മുന്നിലാണ്. മത്സരത്തിൻ്റെ 84-ാം മിനിറ്റ് സന്ദീപ് സിംഗിൻ്റെ ഒരു പാസ് ഈസ്റ്റ് ബംഗാൾ താരത്തിൻ്റെ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ട് ഡിമിത്രിയോസിലേക്ക് എത്തുന്നു. അദ്ദേഹം അതൊരു ബുള്ളറ്റ് ഷോട്ടിലൂടെ പ്രഭ്സുബൻ ഗില്ലിനെയും കടന്ന് ഈസ്റ്റ് ബംഗാൾ ഗോൾ വലയത്തിലേക്ക് എത്തുന്നു. അതെ, മത്സരത്തിൻ്റെ 84-ാം മിനിറ്റ് എത്തി നിൽക്കുമ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ തട്ടകമായിട്ടുള്ള സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ 2 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് മുന്നിൽ നിൽക്കുന്നു. ഗോൾ കണ്ടെത്തിയിട്ടുള്ള ഡിമിത്രിയോസ് അദ്ദേഹം തൻ്റെ ജേഴ്സി ഊരിയതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഒരു യെല്ലോ കാർഡ് ലഭിക്കുന്നു. എന്നാൽ മത്സരത്തിൻ്റെ കുറച്ച് സമയങ്ങൾക്ക് മുമ്പേ മറ്റൊരു യെല്ലോ കാർഡ് കൂടെ ലഭിച്ചതിൻ്റെ കാരണമായി അദ്ദേഹത്തിന് റെഡ് കാർഡ് വാങ്ങേണ്ടി വരുന്നു. അദ്ദേഹം പുറത്തേക്ക് പോകുന്നു. ഇതോടുകൂടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ 10 പേരായിട്ട് ചുരുങ്ങുന്നു. മത്സരം 97 മിനിറ്റുകൾ പിന്നിടുന്നു. മത്സരം കഴിഞ്ഞു എന്ന് പലരും വിധി എഴുതുന്നു. എന്നാൽ 97-ാം മിനിറ്റിൽ സന്ദീപ് സിംഗിൻ്റെ അബദ്ധവശാൽ സംഭവിച്ച ഒരു ഹാൻഡ് ബോളിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രതികൂലമായിട്ടൊരു പെനാൽറ്റി വഴങ്ങുന്നു. ആ ഒരു പെനാൽറ്റിയും എടുക്കാൻ ബ്രസീലിയൻ സൂപ്പർ താരമായിട്ടുള്ള ക്ലെറ്റൻ സിൽവ കടന്നു വരുന്നു. എന്നാൽ പൂർണ്ണ കോൺഫിഡൻറ്റോടുകൂടെ തന്നെ സച്ചിൻ സുരേഷ് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വല കാക്കാൻ എത്തുന്നു. തൻ്റെ 2 പെനാൽറ്റികൾ സച്ചിൻ സേവ് ചെയ്ത് കളഞ്ഞു. ഈ ഒരു പെനാൽറ്റി കൃത്യമായി പോസ്റ്റിലേക്ക് എത്തിക്കണമെന്ന് സിൽവക്കൊരു വാശിയുണ്ടായി കാണും. അതുകൊണ്ടായിരിക്കണം ആ ഒരു പെനാൽറ്റി അത്രമേൽ ശക്തിയോടുകൂടെ പോസ്റ്റിൻ്റെ വലത് ആംഗിളിലേക്ക് അദ്ദേഹം അടിച്ചു കയറ്റിയത്. അത്രയധികം ശക്തിയിൽ വരുന്ന പെനാൽറ്റി സേവ് ചെയ്യാൻ സച്ചിനെ കൊണ്ട് സാധിക്കുന്നില്ല. ആ ഒരു ഗോളോടുകൂടെ ആ ഒരു മത്സരം അവസാനിക്കുന്നു. 2-1 എന്ന സ്കോർ ബോർഡിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ എവേ മത്സരം വിജയിച്ചു കയറുന്നു. അതും ഈസ്റ്റ് ബംഗാളിനെ പോലത്തെ ഒരു മികച്ച ടീമിനോട്. ഇതൊരു കഥയല്ല, ഇതൊരു ചരിത്രമാണ്. തങ്ങളെ വിമർശിച്ചവർക്ക് അവരുടെ തട്ടകത്തിൽ പോയി തന്നെ അവർക്ക് പണി കൊടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറക്കാത്തൊരു അനുഭവമാണ്. തങ്ങളുടെ നായകനായിട്ടുള്ള ഇവാൻ വുക്മനോവിച്ച് തിരിച്ചു വരുമെന്നും പലർക്കും പണി തരുമെന്നും പറഞ്ഞപ്പോൾ ആരും ഇത്രയധികം കരുതി കാണില്ല.